നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. പാകിസ്ഥാനിലെ സാധാരണ ജനത്തിന്റെ ഉള്ളിൽ തീയാണ്. അവരിലുമുണ്ട് സംഘർഷണവും യുദ്ധവും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. എന്നാൽ അവരുടെ രാഷ്ട്രീയ നേതാക്കളോ? അവരിറക്കുന്ന രണ്ടര ട്രോളുകൾ കണ്ടാൽ ചിരി വരും. ചിലതൊക്കെ സഹിക്കാവുന്നതിനും അപ്പുറമാണ്. സ്വന്തം രാജ്യത്തിലെ രാഷ്ട്രീയ കുതികാൽവെട്ടിൽ ജീവൻ വെടിഞ്ഞൊരു നേതാവുണ്ടായിരുന്നു, ബേനസീർ ഭൂട്ടോ. അവരുടെ മകൻ എട്ടും പൊട്ടും തിരിയാത്ത ചെക്കൻ ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് കേട്ടോ? സിന്ധു നദിയിലൂടെ ഒന്നുകിൽ നമ്മുടെ വെള്ളമൊഴുകും, അല്ലെങ്കിൽ അവരുടെ രക്തമൊഴുകുമെന്ന്. കിട്ടിയതൊക്കെ പോരായിരിക്കുമല്ലേ? ചെറുക്കൻ്റെ പിള്ളേര് കളിയൊക്കെ പിന്നാലെ പറയാം, തലയാടുമ്പോൾ വാൽ മൊത്തത്തിലാടണമല്ലോ. പെഹൽഗാം കൂട്ടക്കുരുതിക്കെതിരെ ലണ്ടനിൽ പ്രകടനം നടത്തിയ ഇന്ത്യക്കാരെ വധിക്കുമെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. സമാധാനത്തോടെ പ്രകടനം നടത്തിയവരെ UK ഭീഷണിപ്പെടുത്തുന്നു. ഏത് പാകിസ്ഥാൻകാരാണ് ഇത്ര ധൈര്യം? തങ്ങൾ ജനിച്ചു വളർന്ന ഇന്ത്യയിൽ ദുരന്തം സൃഷ്ടിച്ച പാകിസ്ഥാനെതിരെ ലണ്ടനിൽ ഇന്ത്യക്കാർ പ്രതിഷേധിച്ചതിൽ എന്താണ് തെറ്റ്? എന്നാൽ പാകിസ്ഥാൻ ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ചോര കണ്ട് കൊതി തീർന്നില്ല എന്ന് തോന്നുന്നു. നിന്റെയൊക്കെ തല വെട്ടുമെന്ന ആംഗ്യത്തിലൂടെയാണ് പാക് മിലിറ്ററി അറ്റോഷ്യ കേണൽ തൈമൂർ റഹ്മത്ത് ഇന്ത്യക്കാരെ ഭീഷണിപ്പെടുത്തിയത്. ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്ത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾക്ക് നേരെ ലണ്ടനിലെ പാകിസ്ഥാൻ ആർമി അറ്റോഷ്യ ഭീഷണി ആംഗ്യം കാണിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ കിട്ടിയാലും പഠിക്കാത്ത ഒരു പാകിസ്ഥാൻ ഒരു മടിയുമില്ലാതെ വീണ്ടും കൊലവിളി നടത്തുന്നു. അതിന് പണി ഉടനുണ്ട്. ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്ത് 500-ലധികം വരുന്ന ബ്രിട്ടീഷ് ഹിന്ദുക്കൾ ഇന്ത്യൻ പതാകകളും ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ച് ഇരകൾക്ക് നീതി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയായിരുന്നു. അത് നമുക്ക് വീഡിയോയിൽ കാണാം. അതേപോലെ ഭീകര സംഘടനകൾക്ക് അഭയം നൽകുന്ന പാകിസ്ഥാനെതിരെ അവർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും കാണാം. എന്നാൽ തങ്ങൾ ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചുവെച്ച് ഇന്ത്യക്കാർക്കെതിരെ കൊലവിളി നടത്തുന്ന പാകിസ്ഥാൻ അധികൃതരുടെ മനസ്സ് വെറും പൈശാചികമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനും പാകിസ്ഥാൻ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പരസ്യമായി സമ്മതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയിൽ മുന്നറിയിപ്പുമായി എന്താണ് ആ കരാർ എന്ന് പോലും ധാരണയില്ലാത്ത കിസ്താൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ വരുന്നത്. സിന്ധു നദിയിലൂടെ ഒന്നുകിൽ നമ്മുടെ വെള്ളമൊഴുകും, അല്ലെങ്കിൽ അവരുടെ രക്തമൊഴുകുമെന്നും ബിലാവൽ ഭൂട്ടോ ഭീഷണി മുഴക്കി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ യഥാർത്ഥ സംരക്ഷകൻ പാകിസ്ഥാനാണെന്ന് ബിലാവൽ അവകാശപ്പെട്ടു. സ്വന്തം മാതാവിനെ രക്ഷിക്കാൻ കഴിയാത്ത മകന്റെ കൊലവിളി കണ്ടാലറിയാം കരകളഞ്ഞ ഒരു ഭീകര പാകിസ്ഥാനിയാണെന്ന്. കഴിഞ്ഞ തവണ ഞങ്ങൾ ചായ നൽകിയെന്നും എന്നാൽ ഇത്തവണ അതുണ്ടാവില്ലെന്നും 2019 പുൽവാമ ഭീകരാക്രമണത്തെ പരാമർശിച്ച് പഞ്ചാബ് സർക്കാരിലെ മന്ത്രിയായ അസ്മ ബുഖാരിയും രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ഏത് രീതിയിലുള്ള ആക്രമണവും പ്രതിരോധിക്കാൻ തയ്യാറാണെന്നും തെറ്റായ ആരോപണം ഉന്നയിച്ച് ഇന്ത്യ ആക്രമണം നടത്തിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പാക് മന്ത്രി പറഞ്ഞു. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തിരിച്ചടി നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പ്രതികാര നടപടികൾ നടത്തിയിരുന്നു. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും അട്ടാരി അതിർത്തി ചെക്ക് പോസ്റ്റ് അടയ്ക്കുകയും പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പാകിസ്ഥാൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ഇസ്ലാമാബാദിൽ നിന്നുള്ള സൈനിക അറ്റോഷ്യകളെ ഇന്ത്യ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഏപ്രിൽ 22-നാണ് രാജ്യത്തെ നടുക്കിയ പെഹൽഗാം ഭീകരാക്രമണം നടന്നത്. 26 പേരെ മതം നോക്കി കൂട്ടക്കൊല ചെയ്തത് ഇന്ത്യയെ മാത്രമല്ല ലോക രാജ്യങ്ങളെ പോലും നടുക്കിയിരുന്നു. അമേരിക്ക, സൗദി, UAE, ഇസ്രായേൽ അങ്ങനെ നിരവധി രാജ്യങ്ങളാണ് ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. അടിയും തിരിച്ചടിയും തുടരുകയാണ്. അപ്പോഴും കൊലവിളി നടത്തി സായുജ്യമടയുകയാണ് പാകിസ്ഥാൻ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.